സ്കൂളൊക്കെ തുറന്ന് അമ്മമാരും എല്ലാരും ഇങ്ങനെ നെട്ടോട്ടത്തിലായിരിക്കും. ഉക്കാര എന്ന് പറയുന്ന ഒരു ചെട്ടിനാട് സ്റ്റൈല് ഹെൽത്തി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. സ്മെല്ലും കാര്യമെല്ലാം ഉണ്ട്, നമ്മളെ നെയ്യിന്റെ അടിപൊളിയായിട്ടുള്ള മണമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. ഹലോ, വെൽക്കം ടു ബീനമാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നത്. ഞങ്ങളും ഇവിടെ അടിപൊളിയായി സൂപ്പർ 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 ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ സ്കൂളൊക്കെ തുറന്ന് അമ്മമാരും എല്ലാരും ഇങ്ങനെ നെട്ടോട്ടത്തിലായിരിക്കും. മക്കളെ ലഞ്ച് ബോക്സ് റെസിപ്പിയും അതുപോലെ സ്നാക്ക് ബോക്സ് റെസിപ്പി, വെറൈറ്റി ഐറ്റംസ് യൂട്യൂബിലൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കലായിരിക്കും അല്ലെ അമ്മമാരുടെ എല്ലാം ജോലി. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, പണ്ട് ഒരു സമയത്ത് നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളെ അമ്മമാരും അങ്ങനെയല്ലേ, നമ്മളെ ലഞ്ച് ബോക്സിലും സ്നാക്ക് ബോക്സിലും നല്ല കുറെ വെറൈറ്റീസ്. എന്റെ അമ്മ ആ ഇലയടേന്റെ മണയൊക്കെ ഇപ്പോഴും എന്റെ മൂക്കിലുണ്ട്. അപ്പൊ അത്രയും നല്ല സാധനങ്ങളും വെറൈറ്റീസും ഒക്കെ നമ്മളെ ലഞ്ച് ബോക്സിൽ ആഡ് ആക്കാൻ വേണ്ടി നമ്മളെ അമ്മമാര് ശ്രമിച്ചിട്ടുണ്ട് അല്ലെ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മള് സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു 10:15 മണിയാകുമ്പോ നമ്മളെ മനസ്സിൽ ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി ആയിരിക്കും. ഇത് തിന്നണം. അത് മാത്ര ഇതിങ്ങനെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ എന്താണ് വെച്ചിട്ടുള്ളതെന്ന് അറിയാനുള്ള ഭയങ്കരമായിട്ട് ഒരു ആകാംക്ഷ ഉണ്ടാവും അല്ലെ നമുക്ക്. എനിക്കൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. എന്റെ അമ്മ ഒരുപാട് വെറൈറ്റീസ് ഓഫ് സ്നാക്സും റെസിപ്പീസും ഒക്കെ എന്റെ ലഞ്ച് ബോക്സിലും സ്നാക്ക് ബോക്സിലും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചപ്പോ ഞാനും ഒരു അമ്മയാണ്. അപ്പൊ എന്നെ പോലത്തെ ഒരുപാട് അമ്മമാരുണ്ടാവുമല്ലോ വെറൈറ്റീസ് കണ്ടുപിടിക്കാൻ വേണ്ടി നിൽക്കുന്ന അമ്മമാര്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി എന്നാൽ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കുറച്ച് റെസിപ്പീസ്, അതായത് സ്നാക്ക് ബോക്സ് റെസിപ്പീസ് നിങ്ങൾക്കും കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ച്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം അല്ലെ. 3 റെസിപ്പീസ് ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. ഈ റെസിപ്പീസ് കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ പോലെയുള്ള വലിയ ആൾക്കാർ, ഞാനൊക്കെ നല്ല കയറ്റുന്ന റെസിപ്പിയാണിത്. നമ്മളെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഉക്കാര എന്ന് പറയുന്ന ഒരു ചെട്ടിനാട് സ്റ്റൈല് ഹെൽത്തി ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനാദ്യം തന്നെ നമുക്ക് 1 കപ്പ് അളവില് മൂങ് ദാലാണ് വേണ്ടത്. അതേ കപ്പിന്റെ തന്നെ 1/4 കപ്പില് മെഷർ ചെയ്തെടുത്ത് കുറച്ച് ചിരകിയ തേങ്ങ, അതേ 1/4 കപ്പ് അളവിൽ തന്നെ റോസ്റ്റഡ് റവ, കുറച്ച് ഏലക്കായ പൊടിച്ചത് 2-3 ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കര അല്ലെങ്കിൽ തലശ്ശേരിക്കാരൊക്കെ പറയുന്ന പോലത്തെ വെല്ലം 1 കപ്പ്, ഇതേ കപ്പിൽ തന്നെ അളന്നെടുത്തതാണ്, 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്ത നമ്മൾ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നല്ല ശുദ്ധമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല സ്മെല്ലൊക്കെ ഉള്ള ഒരു നെയ്യാണ്. അത് എപ്പോഴത്തെയും പോലെ തന്നെ സ്ഥിരം RKG ഗീ ആണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി ചെയ്ത് തുടങ്ങാം അല്ലെ. അപ്പൊ നമ്മൾ കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഓരോരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പൊ ഇനി നമുക്ക് 1 കപ്പ് പരിപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇതേ സെയിം കപ്പില് 2 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 3-4 വിസിലിന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ആ പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ച ശർക്കര ഉണ്ടല്ലോ, വെല്ലം, ഇതിനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. അതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും സിമ്പിൾ ആയിട്ട് അറിയുന്ന കാര്യമല്ലേ. അപ്പൊ ഇതൊന്ന് ഞാൻ പെട്ടെന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പൊ നമ്മളെ പരിപ്പും ശർക്കര പനിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് ഉണ്ടാക്കിയാൽ മാത്രം മതി. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉരുളിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ ഗ്യാസ് ഓണാക്കി കൊടുക്കുക. തീ ഓണാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് നമുക്ക് നല്ല നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പം ഒരു 2 ടീസ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ടേക്ക് നമ്മൾ എടുത്തു വെച്ച റവ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്യുക ഗീനകത്ത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വേവിച്ച് വെച്ച പരിപ്പ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മളൊരു 1/4 കപ്പ് വെള്ളത്തിൽ ഉരുക്കിയെടുത്ത ശർക്കര പാനി ഉണ്ടല്ലോ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയാണ് നമ്മളെ ശരിക്കുള്ള കളി. ഇനി നമ്മൾ കൈവിടാണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. അപ്പൊ ഇനി ഇതിനകത്തേക്ക് ചതച്ച ഏലക്കായ ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ല സ്മെല്ല് വരുന്നുണ്ട്, പക്ഷെങ്കില് കൈ ഭയങ്കര വേദനയുണ്ട് ഇളക്കിയിട്ട്. എന്നാലും സാരമില്ല, നല്ല ടേസ്റ്റ് ഉള്ള ഒരു സാധനം കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പൊ ഇതിങ്ങനെ നല്ലോണം ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള നെയ്യും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല RKGന്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ ഇതിങ്ങനെ നല്ലോണം ഇതാ കട്ടിയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വറുത്ത അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോ നമ്മളെ ഉക്കാര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ നല്ല അടിപൊളിയായിട്ട് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. നല്ല സ്മെല്ലും കാര്യമെല്ലാം ഉണ്ട്, നമ്മളെ നെയ്യിന്റെ അടിപൊളിയായിട്ടുള്ള മണമൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കാം. അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ചവക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ അലിഞ്ഞങ്ങ് പോകുന്നുണ്ട്. ആ നെയ്യിന്റെ ടേസ്റ്റ് ഒക്കെ വരുമ്പോ വേറെ ലെവൽ സാധനമാണ്. അതുകൊണ്ട് തന്നെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർക്ക് ചവക്കണ്ടല്ലോ, ഇതങ്ങ് ഇറക്കിയാൽ മതിയല്ലോ. അപ്പോ നിങ്ങൾ ഈ ഒരു സാധനം മക്കൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഹെൽത്തി ആയിട്ടുള്ള സാധനം, നമ്മൾ ഇതിനകത്ത് പഞ്ചസാരയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അതിനു മുന്നേ ഗീന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. ഞാൻ ഭയങ്കര ചെറുതായിരുന്ന സമയം മുതലേ എനിക്ക് ഗീ എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ടാന്ന് അറിയില്ല, ഞാൻ പണ്ട് മുതലേ നെയ്യിന്റെ ഫാനാണ്. അപ്പൊ നമ്മളെ വീട്ടില് സാറ്റർഡേ സൺഡേ എല്ലാം ഈ പായസമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ദിവസം അമ്മ പായസം ഉണ്ടാക്കാൻ വേണ്ടി നെയ്യിന്റെ ബോക്സ് തുറന്നിട്ട് അവിടെ വെച്ചിട്ട് എങ്ങോട്ടേക്കോ ഒന്ന് തിരിഞ്ഞ സമയത്ത്, ഞാൻ ഭയങ്കര ചെറുതാ, നടന്നു തുടങ്ങുന്ന സമയാ. ആ സമയത്ത് ഈ നെയ്യിന്റെ ബോട്ടില് വലിച്ചെടുത്ത് നേരെ നെയ്യ് മുഴുവൻ എന്റെ മേലേക്ക് മറിഞ്ഞു. അപ്പോ ഇതൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് അറിവുള്ള ഒരു സാധനമാണ്. അപ്പൊ മുഴുവൻ മേലേക്ക് മറിഞ്ഞപ്പോ സാധാരണ കുട്ടികൾ കരയാണല്ലോ ചെയ്യാ, ഞാൻ അതിന് പകരം മേല് വീണ് നെയ്യൊക്കെ നല്ലോണം നക്കിയെടുത്ത് കഴിക്കുക ചെയ്തതെന്ന് എന്റെ അമ്മമ്മ ഇപ്പോഴും പറയാറുണ്ട് എന്റെ അടുത്ത്. അത്രയും നെയ്യിന്റെ ഫാനാണ് ഞാൻ. അതുപോലെ നൈതികൂടനും ഭയങ്കര നെയ്യിന്റെ ഫാനാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും കോംപ്രമൈസ് ഇല്ലാണ്ട് എല്ലാ പ്രാവശ്യവും ചൂസ് ചെയ്യുന്ന ബ്രാൻഡാണ് നമ്മളെ RKGന്റെ ബ്രാൻഡ്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കുന്ന നെയ്യിന്റെ അതേ ടേസ്റ്റോടും വിശ്വാസത്തോടും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു സാധനമാണ് RKG ഗീ. അപ്പൊ നമ്മള് നെയ്യിൽ വാട്ടിയ നേന്ത്രപ്പഴം കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പിട്ട് വേവിച്ച സ്വീറ്റ് കോണ് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നെയ്യിൽ വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോ നമ്മളെ 3 റെസിപ്പീസും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നത്. ഈ റെസിപ്പീസ് നിങ്ങളെ മക്കളെ ലഞ്ച് ബോക്സിലേക്ക് ഇൻക്ലൂഡ് ചെയ്ത് അവർ എക്സൈറ്റഡ് ആവട്ടെ ലഞ്ച് ബോക്സ് ഒക്കെ തുറക്കുന്ന സമയത്ത്. അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി റെസിപ്പീസ് ആണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെ നമ്മൾ RKG ബ്രാൻഡും കൂടെ ആഡ് ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെ ഫീലാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എന്നെ പോലെ ഗീ ലവേഴ്സ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. RKGന്റെ ഇൻസ്റ്റഗ്രാം പേജും RKG ഗീ സ്റ്റോറീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും കൂടെ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.